വരും കാലങ്ങളിൽ കാൽപന്ത് കളിക്കാൻ ആഗ്രഹിച്ചു വരുന്ന കുട്ടികളോട് കോച്ച് ബുബിസയ്ക്കും നായകൻ റയാൻ മെൻഡസിനും പറഞ്ഞു കൊടുക്കാം എങ്ങനെയാണ് കാബോ വെർദെ ഒരു ചരിത്രമായതെന്ന്, ഒരു ഇതിഹാസമായതെന്ന്. പൊസിഞ്ഞോയും പിക്കോയും ലിബ്രമെൻഡോയും കാബ്രോളുമൊക്കെ എങ്ങനെയാണ് ഹീറോകളായി മാറിയതെന്ന്, ലോകം എങ്ങനെയാണ് അവരെ കയ്യേറ്റു സ്വീകരിച്ചതെന്ന്. കാരണം ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് കാബോ വെർദെ തല ഉയർത്തിയാണ് മടങ്ങുന്നത്. അർജന്റീനയ്ക്കെതിരെ നോക്കൗട്ടിലെ ആദ്യ റൗണ്ടിൽ അവർ തോറ്റിട്ടുണ്ടാകാം, ഗോളിൻ്റെ കണക്കിൽ 3-2 എന്ന കണക്കിൽ. അതിൽ മൂന്നാമത്തേത് അർജന്റീനയ്ക്ക് ദാനം കിട്ടിയ ഗോളാണ്. ലോക ചാമ്പ്യന്മാരെ കിടുകിട വിറപ്പിച്ചാണ് കാബോ വെർദെ മടങ്ങുന്നത്. ആ മത്സരം കടുപ്പമേറിയതായിരുന്നു എന്ന് അഭിനന്ദിച്ചത് ഫുട്ബോൾ ലോകത്തെ മിശിഹയാണ്, സാക്ഷാൽ മെസ്സിയാണ്. മെസ്സിയുടെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടിൽ നിന്നുള്ള ഫ്രീ കിക്ക് അടക്കം നിരവധി ഗോളെന്നുറപ്പിച്ച ഷോട്ടുകളാണ് വൊസീഞ്ഞോ തടുത്തിട്ടത്. കാബ്രോളിൻ്റെ മനോഹരമായ പിരിയൻ അടി ഈ ലോകകപ്പിലെ ഏറ്റവും മനോഹരമായ ഗോളുകളിലൊന്നാണ്. ഏറ്റവും ഗംഭീരമായ തിരിച്ചുവരവുകളിലൊന്നാണ് കാബോ വെർദെ കാബോ വെർദെ എന്ന കുഞ്ഞൻ രാജ്യം അർജന്റീനയ്ക്കെതിരെ കാഴ്ചവെച്ചത്. 1-1 ചാമ്പ്യന്മാരെ അവർ പിടിച്ചു നിർത്തി. രണ്ടാമത് ലിസാൻഡ്രോ മാർട്ടിനസിലൂടെ അർജന്റീന ഒപ്പമെത്തി. അങ്ങനെയാണെങ്കിൽ ആ ഒരു മൂമെൻറ്റിൽ പൊതുവെ ഏത് ടീമും ദുർബലമായി പോയേനെ, കൈവിട്ടുപോയി മത്സരം എന്ന മട്ടിൽ നിരാശപ്പെട്ടേനെ. പക്ഷേ കാബോ വെർദെക്കാർ വെറുതെ അല്ലല്ലോ വന്നത്, അവർ നിരാശപ്പെട്ടില്ല, ആവേശപൂർവ്വം കളിച്ചു. അങ്ങനെയാണ് കാബ്രോളിൻ്റെ ആദ്യം പറഞ്ഞ സുന്ദരമായ ഗോൾ വന്നതും 2-2 എന്ന നിലയ്ക്ക് മത്സരം എത്തിയതും. തുടർന്നും പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് മത്സരം പോകുമ്പോൾ ഈ ഗോൾ പറഞ്ഞത് അധിക നേരത്താണെന്ന് ആലോചിക്കണം. അർജന്റീനയെ അധിക നേരത്തിലേക്ക് വലിച്ചിട്ടത് ലോകകപ്പിൽ അരങ്ങേറ്റം കുറിക്കുന്ന ടീമാണ് എന്നും ഓർക്കണം. കാബോ വെർദെ എന്ന ടീം അർജന്റീനയ്ക്ക് വരുമ്പോൾ മാത്രമാണ് ലോകത്ത് ഒരുപാട് പേർ ഗൂഗിൾ ചെയ്തത് ഇതെവിടെയാണ് ഈ രാജ്യമെന്ന്. അപ്പോഴാണ് കണ്ടുപിടിച്ചത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഒരു തീരത്ത് കുറച്ച് കുഞ്ഞൻ ദ്വീപുകൾ ചേർന്ന ഒരു രാജ്യമാണിതെന്ന്. 5 ലക്ഷത്തിൽ തരം ആളുകളെ ഉള്ളൂ എന്ന്. അവിടെ നിന്ന് കളി കാണാൻ കുറച്ച് ആളുകൾ അമേരിക്കയിലേക്ക് വന്നാൽ പിന്നെ നാട്ടിൽ ആരുണ്ട് എന്ന് ആരെങ്കിലും തമാശ രൂപേണ ചോദിക്കുമായിരുന്ന അത്ര ഒരു കുഞ്ഞൻ രാജ്യം. അവരാണ് അധിക നേരത്തേക്ക് അർജന്റീനയെ പിടിച്ചുകൊണ്ടുപോയത്. മെസ്സിയുടെ കോർണർ കിക്കിൽ നിന്ന് മാർട്ടിനസ് ഉയർന്നു പൊങ്ങിയ ഗോള് ബോർജസിൻ്റെ തലയിൽ ഒന്ന് തട്ടിയാണ് ഗോൾ പോസ്റ്റിൽ വൊസീഞ്ഞോയെ മറികടന്ന് ഗോളായത്. അങ്ങനെയാണ് അർജന്റീന 3-2 എന്ന നിലയ്ക്ക് എത്തിയത്. അപ്പോഴും ഒരു രസമുണ്ടായിരുന്നു. കളി കണ്ടവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അത് അധികം ആഘോഷിക്കാൻ അർജന്റീനയ്ക്ക് ഒരു ഭയമുണ്ടായിരുന്നു. കാരണം ലോങ് വിസിൽ മുഴങ്ങാൻ അപ്പോഴും കുറച്ച് മിനിറ്റുകൾ ബാക്കിയുണ്ട്. അർജന്റീന അപ്പോഴേക്കും ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നു, 3 ലോകകപ്പ് എന്ന വലിയ കേമവുമായി നിൽക്കുന്ന തങ്ങളെ എതിരിടുന്ന ഈ ടീം അത്ര മോശമല്ലെന്ന്, അവർ അങ്ങനെയൊന്നും വീണു പോകില്ലെന്ന്. മയാമിയിൽ മെസ്സിക്കായി ആർപ്പു വിളിക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ അലർച്ചയ്ക്കും ആർപ്പുവിളികൾക്കുമിടയിൽ അങ്ങിങ്ങായിരിക്കുന്ന ചില നീലക്കുപ്പായക്കാർ അവിടെ ഉണ്ടെന്ന്, അവർ കൈയടിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടെന്ന്, അവർക്ക് വേണ്ടി ഗോളടിക്കാൻ ഇനിയും മനസ്സുണ്ടെന്ന വീര്യത്തോടെയാണ് എതിരാളികൾ പോരാടുന്നതെന്ന് അത് നമ്മൾ കാണുകയും ചെയ്തു. കാബ്രോൾ വീണ്ടും ഒരു ഉഗ്രനടി എടുത്തതാണ്. ഇത്തവണ മാർട്ടിനസിന് തടഞ്ഞിടാൻ പറ്റിയെന്ന് മാത്രം. ലോങ് വിസിൽ മുഴങ്ങിയപ്പോൾ മാത്രമാണ് അർജന്റീന ശ്വാസം വിട്ടത്. ഇപ്പുറത്തിരുന്ന സ്കലോണി ശ്വാസം വിട്ടത്. സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ആരാധകർക്ക് അർജന്റീന പ്രീ ക്വാർട്ടറിലെത്തി എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ലോക ചാമ്പ്യന്മാരെ വിറപ്പിച്ച കാബോ വെർദെ മടങ്ങുന്നത് എങ്ങനെയാണ് തോറ്റവരുടെ മടക്കമാകുന്നത്? അവർ മടങ്ങുന്നത് ഇതിഹാസമായിട്ടാണ്, ചരിത്രം കുറിച്ചിട്ടാണ്. ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഇപ്പോഴും ഓർക്കാൻ കഴിയുന്ന ഓർമ്മകൾ സമ്മാനിച്ചാണ്. $11 ദശലക്ഷം ഈ റൗണ്ടിലെത്തിയതിന് കാബോ വെർദെക്ക് സമ്മാനമായി കിട്ടുക. പക്ഷേ അതിലും വലിയ സമ്മാനം കിട്ടിക്കഴിഞ്ഞെന്ന് ബുബിസ്തയും മെൻഡസും ടീം മൊത്തവും പറയുന്നു. എന്താണത്? ഇനി കാബോ വെർദെ എന്ന് പറയുന്നത് പോർച്ചുഗലിൻ്റെ കോളനിയായിരുന്ന രാജ്യമായിരുന്നു എന്ന ചരിത്രമല്ല. അവർ 5 ലക്ഷത്തിൽ പരം ആളുകൾ മാത്രമുള്ള കുഞ്ഞു രാജ്യമാണ് എന്ന ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയല്ല. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് നീലസ്രാവുകൾ എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു കുഞ്ഞൻ ടീമായിട്ടല്ല ഇനി കാബോ വെർദെ അറിയുക. കാബോ വെർദെ ഇനി അറിയപ്പെടുക അവിടെ നിന്ന് തട്ടുവന്നു. എന്തുകൊണ്ടാണ്? മുൻ ചാമ്പ്യന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെയാണ്
മുമ്പ് ലോകകപ്പ് നേടിയിട്ടുള്ള സ്പെയിനെയും ഉറുഗ്വേയും അവർ സമനിലയിൽ തളച്ചത്. സ്പെയിനിൻ്റെ എണ്ണം പറഞ്ഞ ഷോട്ടുകൾ തടുത്തിട്ട് ഗോൾ രഹിത സമനിലയിൽ. സ്പെയിനാകുമ്പോൾ ആലോചിക്കണം, ഇത്തവണ ലോകകപ്പ് നേരിടാൻ വരെ സാധ്യതയുണ്ടെന്ന് ഒരുപാട് പേർ പറയുന്ന ടീമാണ് സ്പെയിൻ. ഉറുഗ്വേ 2 തവണ ലോകകപ്പ് നേടിയിട്ടുള്ള ടീമാണ്. അവരെ 2-2 സമനിലയിൽ തളച്ചു. പിണ അവർക്ക് വേണ്ടിയ ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഗോൾ അടിച്ചു. പിന്നീട് അവർ നേരിടാനെത്തുന്നത് സാക്ഷാൽ മെസ്സിയുടെ അർജന്റീനയെ. അവരെ വിറപ്പിച്ചു. കാബോ വെർദെ ആവർത്തന വിരസതയ്ക്ക് പ്രേക്ഷകർ ക്ഷമിക്കുക. കാബോ വെർദെ മടങ്ങുന്നത് ഇതിഹാസങ്ങളായിട്ടാണ്. തോറ്റാലും ജയിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. ബുബിസ്റ്റ പറഞ്ഞ പോലെ ഇനി ആരും കാബോ വെർദെ ആരാണ് എന്താണ് എന്ന് ഗൂഗിളിൽ തിരയില്ല. അവർക്ക് ഒരു പുതിയ മേൽവിലാസമുണ്ട്. ഫുട്ബോളിൻ്റെ മിശിഹയെ വിറപ്പിച്ച് ലോകകപ്പിൽ തങ്ങളുടേതായി ഇടം കണ്ടെത്തിയ, എങ്ങനെയാണ് പോരാടേണ്ടത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്താണ് കാബോ വെർദെ മടങ്ങുന്നത്. അവർ സ്വന്തം നാട്ടിൽ പല നാടുകളിലായി ചിതറിക്കിടക്കുന്ന കുറേ കളിക്കാരെ ഒരുമിപ്പിച്ചുണ്ടാക്കിയ ടീം എന്ന് പരിഹസിച്ചിരുന്നു. പക്ഷേ ആ ടീം സ്വന്തം നാടിനു വേണ്ടി ഉയിര് കളിച്ചത് കൊണ്ടാണ് അവർ ഹീറോകളായി മടങ്ങുന്നത്. സല്യൂട്ട് കാബോ വെർദെ. Subscribe to One India and never miss an update.